Hi, welcome to Talk with Nidha Promi. ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ PCOSൽ നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യേണ്ട ഒരു അവസ്ഥയുള്ളൂ. ഫസ്റ്റായിട്ടാണ് എനിക്ക് സർജറിയിലൂടെ മാറ്റാനും അതിനും സാധ്യതയില്ല. മസിൽസിന് ആ യൂറിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ടെൻഡൻസി, ഒരു കഴിവ് അങ്ങ് നഷ്ടപ്പെട്ട് യൂറിൻ പോകുന്നൊരു അവസ്ഥ. ഒരു പ്രഷർ വരുമ്പം പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്ത് പോകുന്ന ആ ഒരു ടെൻഡൻസി കുറയ്ക്കാനായിട്ട് അത് സഹായിക്കും. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തൊടുപുഴ ഹോളി ഫാമിലി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനുമായ ഡോക്ടർ മിനു ദേവസിയാണ്. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഓവറിയിൽ കേസ് പറഞ്ഞപ്പോൾ PCODയുടെ കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കുട്ടികളിൽ വരെ, കൗമാരപ്രായക്കാരിലായിട്ടുള്ള പിള്ളേരിൽ വരെ ഈ PCODയുടെ പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ്. ശരിക്കും അതിനൊരു പരിഹാരം ഉണ്ടോ? ഇപ്പോൾ പറയുവാണെങ്കിൽ ഞാനിപ്പോൾ പഠിക്കുന്ന ഒരു സമയത്ത് മേ ബി ഒരു 6 years ബാക്കൊക്കെ നമ്മൾ ഇൻസിഡൻസ് എത്ര ശതമാനം ആൾക്കാർക്ക് PCOD ഉണ്ടെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ 25 to 30% ഓഫ് ദ ടീനേജ് ഗ്രൂപ്പ് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് 60 to 70% എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. സോ ഇതൊരു പ്രോഗ്രസിങ് കൈൻഡ് ഓഫ് പാറ്റേൺ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു കൂടുതൽ, അതായത് ഇപ്പോൾ ഈ 30% വരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ 70% വരെയുള്ളൊരു സ്റ്റേജ് വരെ എത്തി. ശരിക്കും ഇത് നമ്മുടെ ജീവിതശൈലി കൊണ്ടുണ്ടാവുന്ന പ്രശ്നമാണ്. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിരുന്നത് ഒബീസിറ്റി ഒരു വലിയ കാരണമാണ്. നമ്മൾ തടിയുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നതെന്നൊക്കെ ആയിരുന്നു ഒരു തിയറി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നോക്കുമ്പം ഓൾമോസ്റ്റ് ലീൻ PCODs ഒരുപാടുണ്ട്. സോ അത് മാത്രമാണ് ഒരു ഫാക്ടർ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഫർദർ സ്റ്റഡീസ് ഒക്കെ വന്നാലേ പിന്നെ നമുക്ക് ഒരു ഇതിൻ്റെ മുകളിലുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് ഒക്കെ എന്തോരം വരുന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. മേ ബി കാലക്രമേണ അതിന് പുതിയ പുതിയ ഹൈപ്പോത്തസിസും തിയറീസ് ഒക്കെ വരുമായിരിക്കും. പക്ഷെ ഇപ്പോൾ കാണുന്നത് രണ്ട് വിഭാഗത്തിലും കാണുന്നുണ്ട്, ഈക്വലി ഇൻസിഡൻസ് കാണുന്നുണ്ട്. പിന്നെ ഉള്ളൊരു വലിയൊരു ഫാക്ടറാണ് ലൈഫ് സ്റ്റൈൽ. ഇപ്പം നമുക്ക് പണ്ടത്തെ പോലത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. പണ്ടുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്ന പോലെ നമ്മൾ ഒരുപാട് നടക്കുന്നില്ല, നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഓട്ടോമൊബൈൽസിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഒത്തിരി ചേഞ്ച് ചെയ്തു. നമ്മൾ ഒരുപാട് ജങ്ക്സിലേക്കൊക്കെ മാറി. നമ്മുടെ കുട്ടികൾക്കും ഇപ്പോൾ ഇഷ്ടം അങ്ങനത്തെ ഫുഡുകളാണ്. സോ ഒരു ഹെൽത്തി ലിവിങ് സ്റ്റൈലിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതൊക്കെയാണ് ലോങ് ടേമിൽ ഇതിനുള്ള സൊല്യൂഷൻസ് ആയിട്ട് പറയുന്നത്. പിന്നെ PCOS വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു പാർട്ട് ഓഫ് എ ലൈഫ് എന്നുള്ള പോലെ ആയി. ഇപ്പം അത് കംപ്ലീറ്റ്ലി PCO വിമുക്തമാക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സർജറിയിലൂടെ മാറ്റാനും അതിനും സാധ്യതയില്ല. ഇല്ല സർജറി PCOSൽ നമ്മൾ പറയുന്ന ഒരേ ഒരു കണ്ടീഷൻ, നമ്മൾ ഈ PCOS ഉള്ള കുട്ടികൾ ഗർഭധാരണത്തിന് ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എന്നാലും ഓവുലേഷൻ, അത് ബേസിക്കലി PCOSൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓവുലേഷൻ നടക്കുന്നില്ല. സോ ഓവുലേഷൻ നടക്കാനുള്ള മെഡിക്കേഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കും. ഇപ്പോൾ ഇച്ചിരി ഒബീസിറ്റി ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരോട് വെയിറ്റ് കുറയ്ക്കാൻ പറയും, ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഡയറ്റ് മോഡിഫിക്കേഷൻസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യും, മെഡിസിൻസ് കൊടുക്കും. ബട്ട് സ്റ്റിൽ അവർ ഓവുലേറ്റ് ചെയ്യുന്നില്ല. ഇഞ്ചക്ഷൻ ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇഞ്ചക്ഷൻസ് കൊടുത്ത് നോക്കും, സ്റ്റിൽ ദേ ആർ നോട്ട് ഓവുലേറ്റിംഗ്. നമ്മൾ മെഡിസിൻസ് മാറ്റി നോക്കും, പല കോമ്പിനേഷൻസ് യൂസ് ചെയ്ത് നോക്കും, ദേ ആർ നോട്ട് ഓവുലേറ്റിംഗ്. അങ്ങനെയുള്ള കേസുകളിൽ ചിലപ്പം ലാപ്രോസ്കോപ്പിക്കലി നമ്മൾ ആ ഒരു സിസ്റ്റ് ഒന്ന് ജസ്റ്റ് പൊട്ടിച്ചു വിട്ട് കഴിയുമ്പം അതിനുള്ള ഫ്ലൂയിഡൊക്കെ കുറേ ലെറ്റ് ഔട്ട് ചെയ്ത് കഴിയുമ്പം മേ ബി ഓവറിൻ റിസർവ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അവർ മേ ബി ഓവുലേഷൻ ചെയ്യാനുള്ളൊരു സാധ്യതകളുണ്ട്. സോ ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ PCOSൽ നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യേണ്ട ഒരു അവസ്ഥയുള്ളൂ. ഈ ഫൈബ്രോയിഡിൻ്റെ കേസിലും ലാപ്രോസ്കോപ്പിക് സർജറി സഹായകരമാണോ? സഹായകരമാണ്. ഇപ്പോൾ എല്ലാ ഫൈബ്രോയിഡ്സും എഗെയിൻ സെയിം 70 to 80% ഓഫ് എല്ലാ വിമൺ, അതായത് ഒരു ആ ഏജ് ഗ്രൂപ്പിൽ വരുന്നൊരു വിമൺ, ഒരു 35+ അങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 50 വരെ അവർക്ക് മെനോപോസ് അറ്റൈൻ ചെയ്യുന്ന ഒരു ഏജ് വരെയുള്ള വിമൺ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 70 to 80% അവർക്ക് ഫൈബ്രോയിഡ്സ് ഉണ്ടാവും. പക്ഷേ എല്ലാവർക്കും സർജറി ഒന്നും ആവശ്യമില്ല. ഈവൻ മെഡിക്കേഷൻസ് പോലും എല്ലാവർക്കും ആവശ്യമില്ല. ഇപ്പോൾ സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രം, അവർക്ക് എക്സസീവായിട്ട് ബ്ലീഡിങ് ഉണ്ട്, അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്ത് ശക്തമായ വേദന സഹിക്കാൻ പറ്റുന്നില്ല, അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ആ രീതിയിലുള്ള പേഷ്യൻസിന് മാത്രമേ ഉള്ളൂ നമ്മൾ മെഡിക്കേഷൻസ് തന്നെ കൊടുക്കേണ്ട കാര്യമുള്ളൂ, സിംറ്റംസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ബട്ട് സ്റ്റിൽ ആ മെഡിക്കേഷൻസ് ഒന്നും അവർക്ക് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കുറേ പ്രൊലോങ്ഡ് മെഡിക്കേഷൻസ് എടുത്തിട്ടും സ്റ്റിൽ അവർക്ക് മെഡിക്കേഷൻസ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. പിന്നെ വേറെ 2-3 എക്സ്ട്രാ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത്
നമ്മളിപ്പോൾ ഒരു വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ സിംറ്റംസ് ഒന്നുമില്ല, പക്ഷേ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ സ്കാൻ ചെയ്തു, യൂട്രസിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടെന്ന് കണ്ടു, അത് ഓൾമോസ്റ്റ് ഒരു 4 to 5 സെൻറ്റിമീറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, പക്ഷേ സിംറ്റമാറ്റിക്കേ അല്ല. സൈസ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് നമ്മൾ ഒരു 6 മാസം കൂടെ ഒക്കെ കഴിയുമ്പോൾ ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കാം, അത് കുഴപ്പമൊന്നുമില്ല, ഗ്രോത്ത് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും. അവർ ചിലപ്പോൾ 6 months കഴിയുമ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുമ്പം സൈസ് ഒരു ഗ്രോയിങ് ടെൻഡൻസി കാണിക്കുന്നുണ്ടാവും. സോ നമ്മൾ അങ്ങനത്തെ ഉള്ള ഫൈബ്രോയിഡ്സിനെ പറ്റി നമ്മൾ ഇച്ചിരി വിജിലൻ്റ് ആയിരിക്കണം. കാര്യം ഫൈബ്രോയിഡ്സ് ഒരു ക്യാൻസർ ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും 1% ഫൈബ്രോയിഡ്സ് ക്യാൻ ടേൺ ടു ക്യാൻസർ സാധ്യതയുണ്ട്. സോ ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്രോത്ത് ടെൻഡൻസി കാണിക്കുന്ന ഒരു ഫൈബ്രോയിഡിനെ നമ്മൾ അങ്ങനെ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. സോ അങ്ങനെയുള്ള കേസിലും നമുക്കതിന് സർജറി ചെയ്ത് എടുക്കുന്നതാണ് ബെറ്റർ. പിന്നുള്ളൊരു ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഫൈബ്രോയിഡ്സ് ഒക്കെ ഒരുപാട് വളർന്നിട്ട് നമ്മുടെ യൂട്രസിൻ്റെ മുന്നിലായിട്ടാണ് നമ്മുടെ ബ്ലാഡർ ഉള്ളത്, മൂത്രസഞ്ചി ഇരിക്കുന്നത്. സോ അതിനൊക്കെ കംപ്രസ് ചെയ്തിട്ട് യൂറിൻ പോവാൻ ബുദ്ധിമുട്ട്, യൂറിൻ പോകണമെന്ന് തോന്നിയാലും യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല, ചില സമയത്ത് യൂറിൻ അടിക്കടി പോയിക്കൊണ്ടിരിക്കുന്നു, യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് യൂറിൻ പാസ് ചെയ്തു എന്നുള്ളൊരു തോന്നൽ വരുന്നില്ല, അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ആയിട്ട് വരും. സോ യൂറിൻ പോവാത്ത കണ്ടീഷൻ വളരെ കഷ്ടമാണ്. സോ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ എടുക്കാൻ തന്നെയാണ് അഡ്വൈസ് ചെയ്യാറുള്ളത്. ഡോക്ടർ, ഇപ്പോൾ ഈ ലാപ്രോസ്കോപ്പിക് സർജറി വളരെ ചെറിയ നീഡിലൂടെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള പ്രൊസീജിയേഴ്സൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോഴും മനസ്സിലുള്ള വലിയൊരു സംശയം, ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള മുഴകൾ അല്ലെങ്കിൽ ഫൈബ്രോയിഡ്സൊക്കെ ഈ ചെറിയൊരു നീഡിലൂടെ എടുക്കാമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് സാധിക്കുന്നത്? അത് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സിൻ്റെയാണ്. അപ്പം നമ്മൾ സർജറി ചെയ്ത് കഴിയുമ്പം ഇപ്പോൾ ഒരു ഫൈബ്രോയിഡ് ആണെങ്കിൽ നമ്മൾ ഫൈബ്രോയിഡ് മാത്രമേ എടുക്കുന്നുള്ളൂ ആ സർജറിയിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈബ്രോയിഡ് എടുത്തിട്ട് യൂട്രസ് സ്യൂച്ചർ ചെയ്ത് ആ ഒരു നോർമൽ ടെക്സ്ചറിലേക്ക് സ്യൂച്ചർ ചെയ്ത് വെക്കും യൂട്രസിന്. ഫൈബ്രോയിഡ് ഇപ്പോൾ എത്ര വലിപ്പമുള്ള ഫൈബ്രോയിഡ് ആണെങ്കിലും ആ ഫൈബ്രോയിഡ് നമുക്കൊരു ബാഗിലേക്ക് മാറ്റാൻ പറ്റും. ബാഗിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇലക്ട്രിക്കലി ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു കട്ടിംഗ് ബ്ലേഡ് ഉണ്ട്, മോർസലേറ്റർ എന്ന് പറയും അതിന്. ആ മോർസലേറ്റർ ഉപയോഗിച്ചിട്ട് ഈ ഫൈബ്രോയിഡിനെ നമുക്ക് ചെറിയ 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 പീസസ് ആക്കിയിട്ട് നമ്മൾ ആ ഒരു മോർസലേറ്ററിൻ്റെ തന്നെ ഒരു പൈപ്പുണ്ട്, ആ പൈപ്പിൽ കൂടെ പുറത്തേക്ക് എടുക്കുക ചെയ്യുന്നത്. ഈ ബാഗിലേക്ക് ആക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഇതൊരു ക്യാൻസർ ആവാൻ സാധ്യതയുള്ള ഒരു ഫൈബ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ബാഗിലേക്ക് ആക്കുന്നത്. അത് ഫൈബ്രോയിഡിൻ്റെ കാര്യം. ഓവറിയുടെ കാര്യം ഓൾമോസ്റ്റ് സെയിം രീതിയിൽ തന്നെയാണ്. പക്ഷേ ഓവറി സാധാരണ ഒരു സിസ്റ്റിക് ഓവറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ മോർസലേറ്റർ വെച്ച് കട്ട് ചെയ്യേണ്ട കാര്യം വരാറില്ല. കാരണം നമ്മൾ ആ ബാഗിലേക്ക് ആക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നീഡിൽ വെച്ച് പങ്ക്ചർ ചെയ്താൽ തന്നെ അതിൽ നിന്നുള്ള ഫ്ലൂയിഡ്സ് ഒക്കെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് വളരെ ചെറിയൊരു പോർഷൻ ഓഫ് ടിഷ്യൂ മാത്രമേ ഉള്ളൂ. അതും നമുക്ക് സ്കാൽപ്പിൽ വെച്ചോ അല്ലെങ്കിൽ സിസേഴ്സ് വെച്ച്, ലാപ്രോസ്കോപ്പിക്കലി അവൈലബിൾ ആയിട്ടുള്ള സിസേഴ്സ് ഉണ്ട്, അതൊക്കെ വെച്ച് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി തന്നെ പുറത്തെടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് യൂട്രസ് ആണ്. ഇപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറീസിൽ വലിയ പ്രശ്നമില്ല. കാരണം യൂട്രസ് റിമൂവ് ചെയ്ത് കഴിയുമ്പം താഴെ നമുക്ക് ഒരു സ്പേസ് ഫോം ചെയ്യുന്നുണ്ട്, ഒരു ഓപ്പൺ സ്പേസ് ഫോം ചെയ്യുന്നുണ്ട്. അതായത് അതൊരു നമ്മുടെ വജൈനയിലേക്കുള്ളൊരു കണക്റ്റിംഗ് സ്പേസ് ആണത്. അപ്പോൾ താഴേക്കോടെ ആ സ്പേസിൽ കൂടെയാണ് നമ്മൾ യൂട്രസ് പുറത്തേക്ക് എടുക്കാറ് സാധാരണ. ഇപ്പോൾ വലിപ്പം കൂടിയ യൂട്രസ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒറ്റ ഇതിൽ പുറത്ത് വരത്തില്ല, ഒറ്റ സ്ട്രെച്ചിൽ പുറത്ത് വരത്തില്ല, നമ്മളത് കട്ട് ചെയ്ത് പീസസ് ആക്കി എടുക്കേണ്ടി വരും. സോ അങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ സ്പെസിമെൻസ് റിട്രീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂട്രസ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് പല രീതിയിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. യൂട്രസ് നമ്മൾക്ക് ഇപ്പം യൂട്രസിൻ്റെ സർജറി, ഇപ്പോൾ ഹിസ്റ്ററെക്ടമി എന്ന് പറയും, യൂട്രസ് എടുക്കുന്ന സർജറിക്ക് നമ്മൾ ഹിസ്റ്ററെക്ടമി എന്ന് പറയും. അത് തന്നെ നമുക്ക് പല തരത്തിലുണ്ട്. ഓപ്പൺ സർജറി ഉണ്ട്, നമ്മൾ വയറ് തുറന്ന് ചെയ്യുന്ന സർജറീസ് ഉണ്ട്. ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ലാപ്രോസ്കോപ്പിക്കലി ചെയ്യുന്ന സർജറീസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ലാപ്രോസ്കോപ്പിക്കലി തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇപ്പം കംപ്ലീറ്റ്ലി എല്ലാം നമുക്ക് ഫുള്ളി ലാപ്രോസ്കോപ്പിക്കലി ചെയ്യുന്ന സർജറി ഉണ്ട്, അതിന് ടോട്ടൽ ലാപ്രോസ്കോപ്പിക് ഹിസ്റ്ററെക്ടമി എന്ന് പറയും. പിന്നെ LAVH, അതായത് ലാപ്രോസ്കോപ്പി അസിസ്റ്റഡ് വജൈനൽ ഹിസ്റ്ററെക്ടമി, അതായത് ആദ്യത്തെ ഒരു പെഡിക്കിൾ മാത്രം, യൂട്രസിൻ്റെ ആദ്യത്തെ കുറച്ച് കണക്ഷൻസ് മാത്രം നമ്മൾ ലാപ്രോസ്കോപ്പിക്കലി വിടിയിച്ചെടുക്കും. ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ വജൈനക്കൂടെ താഴേക്കൂടെ സർജറി ചെയ്ത് യൂട്രസ് പുറത്തെടുക്കും. അങ്ങനെയും പുറത്തെടുക്കാം. അല്ലാണ്ട് ഇപ്പം ലാപ്രോസ്കോപ്പ് ഉപയോഗിക്കാതെ തന്നെ കംപ്ലീറ്റ്ലി ഫുൾ അകത്തിരിക്കുന്ന യൂട്രസ് നമുക്ക് ചെറിയ ചെറിയ ട്രാക്ഷൻസ് കൊടുത്ത് പെഡിക്കിൾസ് ക്ലാമ്പ് ചെയ്ത്, അതായത് നമ്മുടെ ലാറ്ററൽ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ വിടിയിച്ച് യൂട്രസിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അതിന് നോൺ ഡിസെൻറ്റ് വജൈനൽ ഹിസ്റ്ററെക്ടമി എന്ന് പറയും. പിന്നെ ഉള്ളത് നമ്മൾ പ്രൊലാപ്സ്ഡ് ആയിട്ടുള്ള യൂട്രസ്, അതായത് നമ്മൾ ഈ യൂട്രസ് ഇറങ്ങി വന്ന് പുറത്തേക്ക് നിൽക്കുന്ന യൂട്രസ് ഉണ്ട്. ആ കേസസിൽ നമുക്ക്
ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ല, കാരണം അത് ഓൾമോസ്റ്റ് നല്ലപോലെ താഴേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്ന യൂട്രസാണ്. അതിന് നമ്മൾ ഇതുപോലെ തന്നെ ക്ലാംസ് ചെയ്ത് എല്ലാ ടിഷ്യൂസും അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന എല്ലാ സ്ട്രിങ്സ് എല്ലാം കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നു. അതിന് നമ്മൾ വെജനൽ ഹിസ്റ്റക്ടമി എന്ന് പറയും. സോ ഇത്രയും ടൈപ്സ് ഓഫ് ഹിസ്റ്റക്ടമീസ് മാത്രമുണ്ട്. ഓൾമോസ്റ്റ് ഒരു 5 ടൈപ്പ്, അതായത് യൂട്രസ് പുറത്തേക്ക് എടുക്കുന്ന പല വഴിയിൽ കൂടെ പുറത്തേക്ക് എടുക്കുന്ന ടൈപ്സ് ഇത്രയും തന്നെ ഉണ്ട്. ഡോക്ടർ, ഈ യൂട്രസ് എന്തുകൊണ്ടാണ് പലരിലും ഇങ്ങനെ ഇറങ്ങി വരുന്ന കാര്യം തന്നെ, യൂട്രസ് പ്രൊലാപ്സ് ചെയ്യുന്ന കാര്യം എന്തുകൊണ്ടാണ് അതങ്ങനെ ഇറങ്ങി വരുന്നത്? ഇപ്പം യങ്ങർ ഏജ് ഗ്രൂപ്പിലും യൂട്രൈൻ പ്രൊലാപ്സ് കാണുന്നുണ്ട്, വളരെ വിരളായിട്ട്. സാധാരണ രീതിയിലൊരു യൂട്രൈൻ പ്രൊലാപ്സ് വരുന്നത് പ്രായമായ സ്ത്രീകളിൽ, അതായത് മോസ്റ്റ്ലി ഇങ്ങനെ 2 3 അല്ലെങ്കിൽ 4 അതിലും കൂടുതൽ വജൈനൽ ഡെലിവറീസ്, നോർമൽ ഡെലിവറീസ് ആയിട്ടുള്ള സ്ത്രീകളിൽ, അതും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള വെജൈനൽ ഡെലിവറീസ് അണ്ടർഗോ ചെയ്ത സ്ത്രീ. അപ്പോൾ വലിയ കുട്ടിയായിരുന്നു, ഇപ്പം കുട്ടി ജനിക്കുമ്പം ഒരു 4 കിലോയ്ക്ക് അടുത്ത് തൂക്കം ഉണ്ടായിരുന്നു, നോർമൽ ഡെലിവറി ആയിരുന്നു. അല്ലെങ്കിൽ ഇപ്പം ഡെലിവറിയുടെ സമയത്ത് ഒരുപാട് ടൈം എടുത്ത് ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് ഡെലിവറി ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോസെപ്സോ വാക്വമോ അങ്ങനെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് ഡെലിവറി ചെയ്യേണ്ടി വന്നു. അങ്ങനെയുള്ള ഡിഫിക്കൽട്ട് ഡെലിവറീസ് അണ്ടർഗോ ചെയ്ത ഫീമെയിൽസിലാണ് യൂഷ്വലി നമുക്ക് കാരണം അവിടുത്തെ മസിൽസ് ഒക്കെ വളരെ ലാക്സായി, വളരെ ലൂസായി, അവർക്ക് അവിടെ ഹോൾഡ് ചെയ്യാനുള്ള ടൈറ്റ്നെസ് പോയി ടിഷ്യൂവിൻ്റെ. അതുകൊണ്ടാണ് യൂട്രസ് ഇറങ്ങി വരുന്നത്. യൂട്രസ് മാത്രമല്ല, യൂട്രസിൻ്റെ അടുത്തായിട്ട് നമുക്ക് ബ്ലാഡർ ഉണ്ട്, അതായത് മൂത്രസഞ്ചിയുണ്ട്. ചിലരിൽ യൂട്രസ് തന്നെ ഇറങ്ങി വരും, ചിലരിൽ യൂട്രസ് വിത്ത് ബ്ലാഡർ ഇറങ്ങി വരും, മൂത്രസഞ്ചി ഇറങ്ങി വരും. ചിലവരിൽ നമ്മുടെ പോസ്റ്റീരിയൽ നമ്മൾ കുടലൊക്കെ വന്ന് നിൽക്കുന്ന ഭാഗമുണ്ട്, അവിടെ ചിലപ്പോൾ പ്രൊലാപ്സ് ചെയ്യും. സോ ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്, ഒരു സ്പെക്ട്രം ഓഫ് സിംറ്റംസ് ആണത്. ഈ യൂട്രസ് പ്രൊലാപ്സ് ചെയ്യുന്ന കാര്യം പറഞ്ഞു നേരത്തെ, ഈവൻ ചെറുപ്പക്കാരിൽ വരെ അത്തരത്തിലുള്ള ഗർഭപാത്രം ഇറങ്ങി വരുന്നൊരവസ്ഥ ഉണ്ടാവാറെന്ന് പറഞ്ഞു. ഇപ്പോൾ പ്രസവമൊക്കെ നിർത്തിയവരാണെങ്കിൽ നമുക്കത് എടുത്ത് കളയുന്നതിന് കുഴപ്പമില്ല. പക്ഷെ പ്രസവം നിർത്താത്തവരിലും അല്ലെങ്കിൽ വളരെ ചെറുപ്പമായിട്ടുള്ള പെൺകുട്ടികളിൽ ഇപ്പോൾ ഗർഭപാത്രം ഇറങ്ങി വരുവാണെങ്കിൽ അത് എടുത്തു കളയുക എന്നുള്ളത് തന്നെയാണോ അതിൻ്റെ പരിഹാരം? മറ്റെന്തെങ്കിലും പരിഹാരം ഉണ്ടോ? അല്ല, അത് പേഷ്യൻ്റ് ചോയ്സ് ആണ്. സാധാരണ രീതിയിൽ യങ് ആയിട്ടുള്ള ഗേൾസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു അത്ര ഒരു 35-നുള്ളിലുള്ള ഗേൾസ് വരുവാണ് ഇപ്പോൾ പ്രൊലാപ്സ്, വളരെ വിരളമായിട്ടാണ് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ പ്രൊലാപ്സ് വരുള്ളൂ. പക്ഷെ എന്നാലും നമ്മുടെ ഒരു ജനറ്റിക് പ്രോബ്ലംസ് ഉണ്ട്, അതായത് നമ്മുടെ പേശികൾക്കൊക്കെ ബലക്കുറവ് വരുന്ന രീതിയിലുള്ള ജനറ്റിക് കണ്ടീഷൻസിലുള്ളവർക്കാണ് മെയിൻലി ഇത് കാണുന്നത്. സോ അങ്ങനെയുള്ളവരുടെ ആ ഒരു യൂട്രസ് അവർക്ക് പ്രിസർവ് ചെയ്യണം എന്നായിരിക്കും കൂടുതലും പേരും ആഗ്രഹിക്കുന്നത്. അവർക്ക് യൂട്രസ് എടുത്ത് കളയണം എന്നുള്ളൊരു ഓപ്ഷൻ അവർ അധികം പ്രിഫർ ചെയ്യത്തില്ല. സോ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ ഇറങ്ങി നിൽക്കുന്ന യൂട്രസിന് ഒരു ടേപ്പ് വെച്ച് മുകളിലേക്ക് ഏതെങ്കിലും ഒരു ലാൻഡ് മാർക്കിലേക്ക്, അതായത് ഫിക്സഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബോണി പ്രോമിനൻസിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അത് നമുക്ക് ലാപ്രോസ്കോപ്പിക്കലി ചെയ്യാം, ഓപ്പൺ ആയിട്ട് 2 രീതിയിലും ചെയ്യാവുന്നതാണ്. ഇത് വളരെ ചെറിയൊരു പ്രൊസീജിയറാണ്. ഒരു ടേപ്പ് വെച്ച് ആ ഒരു യൂട്രസിനെ പിടിച്ച് കെട്ടി വെക്കുന്ന പോലത്തെ ഒരു പ്രൊസീജിയറാണ്. സോ അതും നമുക്ക് ലാപ്രോസ്കോപ്പിക്കലി ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ പ്രായമായവരിലെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മോസ്റ്റ്ലി ഇതുപോലുള്ള പ്രസവത്തിന് ശേഷമുള്ള പ്രോബ്ലംസ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുന്നത്. സോ അവർക്ക് യൂട്രസ് മാത്രമല്ല ബാക്കിയുള്ള ഓർഗൻസും ഇതിൽ ഇൻവോൾവ് ആവുന്നത് കൊണ്ട് സാധാരണ രീതിയിൽ നമ്മൾ താഴേക്കൂടെയാണ് ഈ സർജറീസ് കൂടുതൽ പേർക്കും പ്രിഫർ ചെയ്യുന്നത്, വജൈനൽ കൂടെ. സോ അറ്റ് ദ സെയിം ടൈം ലാപ്രോസ്കോപ്പിക്കലും ചെയ്യാവുന്നതാണ്. ഇത് പല സ്റ്റേജിൽ കൂടെ കടന്നാണ് ഈ ഡിസീസസ്, ഈ പ്രോബ്ലം വരുന്നത്. ഇപ്പോൾ സ്റ്റേജ് 1 സ്റ്റേജ് 2 എന്നൊക്കെ പറയുന്നത് ഇറങ്ങി വരുന്നിട്ടുണ്ടാവും, പക്ഷേ പുറത്തേക്ക് നിൽക്കുന്നുണ്ടാവില്ല. പക്ഷേ പേഷ്യൻസിന് സിംറ്റംസ് ഇല്ലെങ്കിൽ നമ്മൾ അവരെ ആക്റ്റീവ്ലി ഇപ്പോൾ മാനേജ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ആക്റ്റീവ്ലി ഇപ്പോൾ പെട്ടെന്ന് സർജറി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് ഈ പേശികൾക്ക് ബലം കൊടുക്കാനുള്ള എക്സസൈസസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് കുറേ നാളൊക്കെ അത് കൺസർവേറ്റീവ്ലി മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. അതുകൊണ്ട് യൂട്രസ് മേളിലേക്ക് കയറി പോകത്തില്ല, അറ്റ്ലീസ്റ്റ് ഫർദർ പ്രോഗ്രഷൻ ഉണ്ടാവാതിരിക്കും. അതായത് എക്സസൈസ് ചെയ്ത് മസിൽസിനൊക്കെ ഇച്ചിരി ബലം വരുമ്പോൾ ഫർദർ പ്രോഗ്രഷൻ ഉണ്ടാവാതിരിക്കും. വേറെ സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ മേ ബി അവർക്കൊന്നും വേണ്ടി വരത്തില്ല. പക്ഷേ ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന യൂട്രസ് ആണെന്നുണ്ടെങ്കിൽ ഫീമെയിൽസിന് അത് ബുദ്ധിമുട്ടാണ്. കാരണം നടക്കുമ്പോൾ തൊടയുടെ ഇടയിൽ ഒരയുന്നു, അല്ലെങ്കിൽ അതിൽ വേറെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു, അതിൽ അൾസറുകൾ വരുന്നു. സോ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ്, അതിൻ്റെ കൂടെ തന്നെ ഈ മൂത്രം പോവാനുള്ള ഈ മൂത്രസഞ്ചിയും കൂടെ ഇറങ്ങി വരുന്നതുകൊണ്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. സോ മൂത്രം പോകാനുള്ള തടസ്സം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള സ്റ്റേജസിൽ നമ്മൾ സർജറി പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പോഴും നമ്മൾ ലാപ്രോസ്കോപ്പിക്കലി ചെയ്യണോ ഓപ്പൺ ആയിട്ട് വജൈനൽ കൂടെ
താഴേക്കോടെ ചെയ്യണമെന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പം ഓവറിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല, ഓവറി എടുക്കേണ്ട ഒരു കണ്ടീഷനൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വജൈനക്കോടെ ചെയ്യാവുന്ന സർജറിയാണത്. പക്ഷെ ഇപ്പോൾ ഇൻ കേസ് അത് ഓവറിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ഒരു പേഷ്യൻ്റ് ആണ്, ഓവറി കൂടെ ഈ സർജറിയോട് കൂടെ എടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ വജൈനക്കോടെ സർജറി ചെയ്യുമ്പോൾ ഓവറി റീച്ച് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അത് മാത്രമല്ല കുറച്ച് റിസ്ക്കിയാണ്, കാരണം ബ്ലീഡിങ് എല്ലാം ഒരുപാട് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. സോ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറിയാണ് കുറച്ചും കൂടെ പ്രിഫർ ചെയ്യാറുള്ളത്. ഡോക്ടർ, ഇപ്പോൾ ഈ ചെറുപ്പക്കാരിൽ ഇതേപോലെ ഗർഭപാത്രം ഇറങ്ങി വരുന്നൊരവസ്ഥയുണ്ടായ ഒരു കുട്ടിയാണെന്ന് വയ്ക്കാം, ആ കുട്ടിക്ക് ഗർഭധാരണം സാധ്യമാണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാധ്യമാണ്. ഈ യൂട്രസ് നമ്മുടെ വജൈനയുടെ ഉള്ളിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈവൻ വേറെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർക്ക് ഗർഭധാരണം സാധ്യമാണ്. ഇപ്പോൾ ഓൾറെഡി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, കൺസീവ് ആവാനൊക്കെ ഉള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അവർക്ക് ബന്ധപ്പെടാനുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമുക്ക് ആ യൂട്രസ് നേരത്തെ പറഞ്ഞ പോലെ ടേപ്പ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് ആ നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് ഗർഭധാരണം പോസിബിളാണ്. മറ്റൊരു വലിയ പ്രശ്നം സ്ത്രീകളുടെ, ഞാൻ ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, കുറച്ച് പ്രായമായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് തുമ്മിയാലോ അല്ലെങ്കിൽ ഒന്ന് ചുമച്ചാലോ മൂത്രം പോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. പലരും അതുകൊണ്ട് പുറത്ത് വരെ പോകാൻ മടിക്കുന്നവരുമുണ്ട്. അത് ശരിക്കും അതിനൊരു പരിഹാരം ഉണ്ടോ? ഇതിന് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്നാണ് പറയുക. ഇപ്പോൾ തുമ്മുമ്പോൾ ചുമയ്ക്കുമ്പോൾ ഒരു അബ്ഡോമിനൽ പ്രഷർ കൂടുമ്പം നമ്മുടെ മസിൽസിന് ആ യൂറിനെ പിടിച്ചു നിർത്താനുള്ള ആ ഒരു ടെൻഡൻസി, ആ ഒരു കഴിവ് അങ്ങ് നഷ്ടപ്പെട്ട് യൂറിൻ പോകുന്നൊരു അവസ്ഥ, അതിനാണ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് പറയുന്നത്. അതും മെയിൻലി ഈ മസിൽസ്, അവിടെയുള്ള മസിൽസ് കുറച്ച് ലൂസ് ആവുന്നതുകൊണ്ടും ലാക്സ് ആവുന്നതുകൊണ്ടൊക്കെയാണ് വരുന്നത്. ഈ പ്രൊലാപ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഫീമെയിൽസിന് തന്നെയാണ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസും കൂടുതലായി വരാൻ സാധ്യതയുള്ളത്. പക്ഷെ ചിലവരത് പ്രൊലാപ്സ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യും, ചിലവരത് കോണ്ടിനൻസ് ആയിട്ട് ഇൻകോണ്ടിനൻസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യും. സോ ഇതാണ് അതിൻ്റെ ഒരു വളരെ റിലേറ്റഡ് ആണ് ഈ ഒരു ഏരിയ. പക്ഷേ ഇപ്പം സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് മാത്രമാണ് അവരുടെ പ്രോബ്ലം, പ്രൊലാപ്സ് ഇല്ല, അത് ഈ ഒരു പ്രോബ്ലം മാത്രമാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് കൺസർവേറ്റീവ് ആണ്. അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ അവർ ലൈഫ് സ്റ്റൈൽസ് ചേഞ്ച് ചെയ്യാൻ പറയും, ബിവറേജസ് ഒഴിവാക്കാൻ പറയും, കോഫി ടീ അതൊക്കെ ഒഴിവാക്കാൻ പറയും. പിന്നെ മെഡിസിൻസ് ആസ് സച്ച് ഇല്ല, അതായത് നമ്മൾ ടാബ്ലറ്റ് കൊടുത്ത് ശരിയാക്കാവുന്ന ഒരു കണ്ടീഷൻ അല്ല ഇത്. എന്നിരുന്നാലും ഈ പറഞ്ഞ എക്സസൈസസ് ഒക്കെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. നല്ല റിലീജിയസ് ആയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഒരു 3 months ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനൊരു റിസൾട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവർക്കത് അതിൽ നിന്ന് റിലീഫ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സർജിക്കൽ ഓപ്ഷൻസേ ഉള്ളൂ. അതും 2 തരത്തിലുണ്ട്. ഒന്ന്, നമുക്ക് താഴേക്കോടെ അപ്രോച്ച് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് സർജറീസ് ഉണ്ട്. എഗെയിൻ ഒരു ടേപ്പ് വെച്ചിട്ട് നമ്മൾ ആ ഒരു യൂറിൻ പാസ് ചെയ്യുന്ന ടിപ്പ് ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് എലവേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് പെട്ടെന്ന് പോകുന്ന ആ ഒരു യൂറിൻ ചുമയ്ക്കുമ്പോഴൊക്കെ ഒരു പ്രഷർ വരുമ്പം പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്ത് പോകുന്ന ആ ഒരു ടെൻഡൻസി കുറയ്ക്കാനായിട്ട് അത് സഹായിക്കും. സോ ഇത് നമുക്ക് താഴേക്കോടെ ചെയ്യാം, നമുക്ക് ലാപ്രോസ്കോപ്പി വഴിയും ചെയ്യാം. പക്ഷെ ഇതിൻ്റെ ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സക്സസ് റേറ്റ് കുറച്ച് കുറവാണ്. അതായത് 100% ഇത് ശരിയായിക്കോളും എന്നുള്ളൊരു ഗ്യാരണ്ടി കൊടുത്തിട്ട് നമുക്ക് ഒരിക്കലും സർജറി ചെയ്യാൻ പറ്റത്തില്ല. പേഷ്യൻ്റ് അത്രയും ഡിസ്ട്രെസ്ഡ് ആയിട്ടൊരു സ്റ്റേജിൽ വരുമ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. സക്സസ്ഫുൾ ആയാൽ ഒരുപാട് ചേഞ്ചാണ് അവർക്ക്, അതായത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇസ് ഗെറ്റിംഗ് ഇംപ്രൂവ്ഡ് ലൈക്ക് എനിത്തിങ്. അല്ലെങ്കിൽ പാഡ് വെക്കാണ്ട് അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല. സോ അത് സക്സസ് ആയാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ ദം. പക്ഷേ ഫെയിലിയർ ആവാനുള്ള പോസിബിലിറ്റിയും ഉണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അവരെ കൺവിൻസ് ചെയ്തിട്ട് മാത്രം സർജറി. എനിക്ക് തോന്നുന്നു ഇപ്പോഴും പല സ്ത്രീകളും ഇത് ഒരു ചികിത്സ ഉണ്ട് അല്ലെങ്കിൽ ഇതിനൊരു ചികിത്സ തേടാൻ വരെ അവർ തയ്യാറല്ല. ആ ഒരു അവസ്ഥയിൽ തന്നെ അവർ തുടർന്നുകൊണ്ട് പോവുകയാണ്, വളരെ ബുദ്ധിമുട്ടി. വളരെ അതായത് ആരും പുറത്ത് തന്നെ പറയില്ല ഇതിനൊരു പരിഹാരം ഇല്ല എന്നുള്ളതാണ് അവരുടെ ഒരു മനസ്സിലൊരു മെൻറ്റാലിറ്റി. പിന്നെ എക്സസൈസ് ഒക്കെ ചെയ്താലും എക്സസൈസ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു മടുപ്പാണ്. ഒരു ഒട്ടും കംപ്ലയൻ്റ് അല്ല. ചിലപ്പോൾ ഒരു 2 ദിവസമൊക്കെ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഒരാഴ്ച മാക്സിമം ചെയ്യുമായിരിക്കും. പിന്നെ അതിന് റിസൾട്ട് കാണുന്നില്ല എന്ന് പറയുമ്പം പിന്നെ അവരത് ഒട്ടും കംപ്ലൈൻ്റ് അല്ല. അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 3 months എങ്കിലും റിലീജിയസ് ആയിട്ട് എക്സസൈസ് ചെയ്തതിന് ശേഷമേ എനിക്ക് എക്സസൈസ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ യൂട്രസിന് ഗർഭധാരണം യൂട്രസിൻ്റെ പുറത്ത് നടക്കാറുണ്ട്, ട്യൂബുലാർ പ്രഗ്നൻസി ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നമുക്ക് ഈ നമ്മുടെ ലാപ്രോസ്കോപ്പിക് സർജറി സഹായകരമാണോ?
ഡെഫിനറ്റ്ലി. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ അഗെയിൻ നമുക്ക് എല്ലാ കേസിലും സർജറി ചെയ്യേണ്ടി വരാറില്ല. ഇപ്പോൾ ട്യൂബിൽ പ്രഗ്നൻസി വന്നിരുന്നാലും നമ്മൾ beta-HCG എന്ന് പറഞ്ഞൊരു കെമിക്കൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. അതിനെ വെച്ചിട്ടാണ് ആ പ്രഗ്നൻസിയുടെ വളർച്ച എങ്ങനെയുണ്ട്, അതൊരു അപകടകരമായ ഒരു സിറ്റുവേഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ നമ്മൾ അസസ് ചെയ്യുന്നത്. അത് ഇപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്താൽ 48 മണിക്കൂർ കഴിയുമ്പോൾ അഗെയിൻ ടെസ്റ്റ് ചെയ്യും, അഗെയിൻ 48 മണിക്കൂർ കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്യും. സോ അതിൽ നമുക്കൊരു പാറ്റേൺ കിട്ടും. അതായത് ഒരു ഫോളിംഗ് ട്രെൻഡ് ആണോ ഒരു റൈസിങ് ട്രെൻഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ beta-HCG ഒരു 1000 താഴെയാണ് ആൻഡ് ഫർദർ ടെസ്റ്റിലെല്ലാം അത് ഫോളിംഗ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. യൂഷ്വലി അത് തനിയെ പൊയ്ക്കോളും, അത് അബ്സോർബ് ആയി തനിയെ പൊയ്ക്കോളും, അതിൽ ഹാർട്ട് ബീറ്റ് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ beta-HCG ഒരു 1000 and 5000 ഇടയിലായിരുന്നു ആൻഡ് പക്ഷെ ഹാർട്ട് ബീറ്റ് ഒന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ സാക്കിൻ്റെ സൈസ് വളരെ ചെറുതാണ്, ഒത്തിരി ഒരു റൈസിങ് ട്രെൻഡ് അല്ല കാണിക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റേജിൽ നമുക്ക് മെത്തോട്രെക്സേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെഡിക്കൽ മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റും. മെത്തോട്രെക്സേറ്റിൻ്റെയും ഒരു ഫെയിലിയർ, അതായത് ഫർദർ ഒരു beta-HCG റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓൾറെഡി ആ പ്രഗ്നൻസിയിൽ ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സൈസ് ഒരു 3 mm മുകളിൽ, അത് സാക്കിൻ്റെ സൈസ് ഗസ്റ്റേഷണൽ സാക്ക് പ്രഗ്നൻസിയുടെ സൈസ് ഒരു 3 mm മുകളിലായിരുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റിന് നിൽക്കാറില്ല. 3 സെൻറ്റിമീറ്റേഴ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റിന് അഡ്വൈസ് ചെയ്യാറില്ല. നമ്മൾ നേരെ സർജിക്കൽ മാനേജ്മെൻറ്റാണ് പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ ട്യൂബ് പൊട്ടാനുള്ള സാധ്യതകൾ, ആ പ്രഗ്നൻസി പൊട്ടാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അഗെയിൻ ഓപ്പൺ ഉണ്ട്, ലാപ്രോസ്കോപ്പി ഉണ്ട്. പെർസേ ഈ സർജറി എന്ന് പറയുന്നത് 10 മിനിറ്റിൻ്റെ സർജറിയാണ്. അതിന് വേണ്ടിയിട്ട് വയറ് ഫുൾ തുറന്ന് അതെ, വളരെ സിമ്പിൾ ടെക്നിക്കാണ്. 10 മിനിറ്റ്സ് ആണ് ആ സർജറിക്ക് മാത്രമായിട്ട് വരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ആ ട്യൂബ്സ് കട്ട് ചെയ്ത് മാറ്റണം, ഒന്ന് അബ്ഡമൻ കുറച്ച് സ്പില്ലേജ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്യണം. സോ അതിന് വേണ്ടി 10 to 15 മിനിറ്റ്സ് പ്രൊസീജിയറാണ്. അപ്പോൾ ബെറ്റർ വി ക്യാൻ ഗോ ഫോർ ലാപ്രോസ്കോപ്പി അങ്ങനത്തെ കേസിലൊക്കെ. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സർജറി പെട്ടെന്ന് ആവശ്യമായിട്ട് വന്നാൽ, ചിലപ്പോൾ ഓവറിയിൽ എന്തെങ്കിലും സിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു കോംപ്ലിക്കേഷൻസ് വന്നാൽ അത് ലാപ്രോസ്കോപ്പിക് ചെയ്യുന്നതാണോ നല്ലത്? സാധാരണ രീതിയിൽ ഇപ്പം ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് സർജറി ചെയ്യേണ്ടി വരും പേഷ്യൻറ്റിൽ. ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പ്രിഫറബിളി നമ്മൾ സർജറീസ് ഒഴിവാക്കാൻ പറയാറുണ്ട്, പ്രിഫറബിളി. പക്ഷേ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാതെ നിവർത്തിയില്ല. സെക്കൻഡ് ട്രൈമസ്റ്റർ ആണ് ഏറ്റവും ഫേവറബിൾ. സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 മാസം, സെക്കൻഡ് ട്രൈമസ്റ്റർ നെക്സ്റ്റ് 3 മാസം. അപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റർ ആണ് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള 4 തൊട്ട് 6 മാസം വരെ. അതെ, 4 തൊട്ട് 7ാമത്തെ മാസം വരെ ഒന്ന് കണക്കൂട്ടാം. അതാണ് ഏറ്റവും ഫേവറബിൾ ടൈം നമുക്ക് സർജറി ചെയ്യേണ്ടി വന്നാൽ സർജറി ചെയ്യാനുള്ളത്. അഗെയിൻ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ടൈം നോക്കാൻ പറ്റില്ല, നമുക്ക് എപ്പോഴാണെങ്കിലും ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു ടേം പ്രഗ്നൻസി, അത് ഫുൾ ടേം ആയിട്ടുള്ള ഒരു പ്രഗ്നൻസിയിൽ ലാപ്രോസ്കോപ്പി പോസിബിൾ അല്ല. കാരണം അബ്ഡമൻ അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു സൈസിലേക്ക് എത്തിയിട്ടുണ്ടാവും. നമുക്ക് ലാപ്രോസ്കോപ്പി നമ്മൾ സ്കോപ്പൊക്കെ ഇടുന്ന ആ ഒരു പൊസിഷനൊക്കെ അതിലും താഴെയാണ്. സോ അത് അത്ര അഡ്വൈസബിൾ അല്ല. ആ സമയത്ത് നമ്മൾ ഓപ്പൺ തന്നെയാണ് ചെയ്യാറുള്ളത്. എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ പ്രത്യേകിച്ചും. അല്ലെങ്കിൽ നമുക്ക് എലക്റ്റീവായിട്ട് ചെയ്യാവുന്ന സർജറീസ് ആണ്, എന്തായാലും ചെയ്തേ പറ്റുള്ളൂ എന്നാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ട്രൈമസ്റ്റർ ആണ് ഏറ്റവും നല്ല ടൈം സർജറി ചെയ്യാനായിട്ട്. ഡോക്ടർ, ഈ ഗർഭാശയ സംബന്ധമായ ക്യാൻസറുകൾക്ക് എത്രത്തോളം നമ്മുടെ ഈ ലാപ്രോസ്കോപ്പിക് സർജറി സഹായകമാണ്? ഇപ്പോൾ കൺവെൻഷണലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, സാധാരണ ഒരു പേഷ്യൻറ്റിന് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഓപ്പൺ സർജറീസ് ആയിരുന്നു പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത് കുറേ കാലം മുമ്പ് വരെ. കാര്യം നമുക്ക് തുറന്ന് ഉള്ളിൽ വേറെ എന്തെങ്കിലും ഓർഗൻസിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി വേറെ പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള ബയോപ്സീസ് എടുത്ത് അതുപോലെ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫ്ലൂയിഡൊക്കെ എടുത്ത് ഇച്ചിരി എക്സ്റ്റെൻസീവായിട്ട് സർജറി ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ ഓപ്പൺ സർജറീസ് ആയിരുന്നു കുറേ നാളുകൾക്ക് മുമ്പ് വരെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആസ് ടെക്നോളജി, ടെക്നിക്സ്, അതുപോലെ സർജൻസ് എക്സ്പെർട്ടീസ് ഇതൊക്കെ അഡ്വാൻസ് ചെയ്ത് വന്നപ്പം ഇപ്പോൾ വളരെ ഏർലി സ്റ്റേജ് ആയിട്ടുള്ള ക്യാൻസേഴ്സിന് നമുക്ക് ലാപ്രോസ്കോപ്പിക്കലി തന്നെ സ്റ്റേജിങ് എന്ന് പറയും. അതായത് ഈ ബയോപ്സി എടുക്കുന്ന കമ്പൈൻഡ് ആയിട്ട് നമുക്ക് കഴലകളുണ്ടെങ്കിൽ കഴലകൾ എടുക്കുന്ന, അതുപോലെ നമ്മുടെ വയറിന് പുറത്ത് ഒരു ആവരണമുണ്ട് അതിൽ നിന്ന് ബയോപ്സി എടുക്കുന്നത്, എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് ചെയ്യുന്ന സർജറിക്ക് സ്റ്റേജിങ് ലാപ്രോസ്കോപ്പി എന്ന് പറയും.
സോ ഇപ്പോൾ സ്റ്റേജിങ് ലാപ്രോസ്കോപ്പി പോസിബിൾ ആണ് ഏർലി സ്റ്റേജ് ക്യാൻസേഴ്സിന് ഇപ്പോൾ പല സെൻറ്റേഴ്സും സ്റ്റേജിങ് ലാപ്രോസ്കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഒരുപാട് ലാപ്രോസ്കോപ്പിക് സർജറികളെ കുറിച്ച് പറഞ്ഞു, അത് ഓരോരുത്തരിലും എത്രത്തോളം പ്രയോജനകരമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് ആർക്കെങ്കിലും ഇത് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടോ? വളരെ റെയറായിട്ട് ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ ഫൈബ്രോയിഡ്സ് ഒരു 20 വീക്സിന് മുമ്പ് നമ്മുടെ പൊക്കിൾ കൊടിക്ക് മേലെ നിൽക്കുന്ന ഫൈബ്രോയിഡ്സ് ആണെന്നുണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പിക്കലി എടുക്കുന്നത് ടെക്നിക്കലി കുറച്ച് ചലഞ്ചിങ് ആണ്. സോ എല്ലാവരും പ്രിഫർ ചെയ്യത്തില്ല അങ്ങനെ ചെയ്യാനായിട്ട്. അതൊന്ന്. പിന്നെ ഉള്ളത് ഇപ്പോൾ പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു കണ്ടീഷനിൽ എമർജൻസി ഷോക്കിൽ വരികയാണ്, ഇപ്പോൾ പേഷ്യൻ്റ് BP ഒക്കെ ഫോളോ ചെയ്ത് പേഷ്യൻറ്റിന് പൾസ് ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ ഷോക്കിലൊരു പേഷ്യൻ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ലാപ്രോസ്കോപ്പി പ്രിഫർ ചെയ്യാറില്ല. ഇറ്റ്സ് ആൻ ഓപ്പൺ സർജറി ഇൻഡിക്കേറ്റഡ്. പിന്നുള്ളൊരിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാപ്രോസ്കോപ്പിക്കലി ഒരു പ്രൊസീജിയർ ചെയ്യുമ്പം നമ്മൾ കൊടുക്കുന്ന അനസ്തീഷ്യ ജനറൽ അനസ്തീഷ്യ ആണ് കൊടുക്കുന്നത്. സോ അതിൽ നമ്മുടെ കാർഡിയോ വാസ്കുലാർ ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ വെൽബീങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഒരു ജനറൽ അനസ്തീഷ്യയ്ക്ക് കോൺട്രാഇൻഡിക്കേഷൻ ആകുന്ന രീതിയിൽ ആ പേഷ്യൻറ്റിന് ഒരു കാർഡിയാക് പ്രോബ്ലംസോ അല്ലെങ്കിൽ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അക്കോർഡിംഗ് ടു ദ അഡ്വൈസ് വിത്ത് ദ അനസ്തെറ്റിസ്റ്റിൻ്റെയും കൂടെ ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് ചില കേസുകൾ നമുക്ക് ഓപ്പൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേസുകളാണെങ്കിൽ എങ്ങനെ, അല്ലെങ്കിൽ വെജൈനലി ചെയ്യാൻ പറ്റുന്നെങ്കിൽ വെജൈനൽ സർജറീസ് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം അതിനൊക്കെ നമുക്ക് സ്പൈനൽ അനസ്തീഷ്യയെ ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ ഡോക്ടർ, ഈ ലാപ്രോസ്കോപ്പിക് സർജറിക്ക് എന്തെങ്കിലും രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ടോ? ഇപ്പോൾ ഏതൊരു സർജറിക്കും ഏതൊരു മേജർ സർജറിക്കും കോംപ്ലിക്കേഷൻസ് ഉള്ളതുപോലെ തന്നെ ആ ഒരു സെയിം ലെവൽ ഓഫ് കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതേ കോംപ്ലിക്കേഷൻസ് തന്നെ ലാപ്രോസ്കോപ്പിക് സർജറീസിലും ഉണ്ട്. അത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജസ് കണ്ട് സർജറി ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ പ്രിസിഷൻ ഓഫ് സർജറി കുറച്ചും കൂടെ ബെറ്റർ ആയതുകൊണ്ട് ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതകളും ബ്ലഡ് ലോസിനുള്ള സാധ്യതകളൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ഒരു സർജറി ഇല്ല, ബട്ട് ഇതിന് കമ്പാരിറ്റീവ്ലി കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ലാപ്രോസ്കോപ്പിക് സർജറിയെക്കുറിച്ച്, പ്രത്യേകിച്ച് ഗൈനിക് റിലേറ്റഡ് ലാപ്രോസ്കോപ്പിക് സർജറിയെക്കുറിച്ച് ഇത്രയും നേരം ഇത്രയും വാസ്റ്റായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ഒരുപാട് താങ്ക് യു. ഇറ്റ് വാസ് റിയലി ഇൻഫോർമേറ്റീവ്. താങ്ക് യു സോ മച്ച്.